SSLC പരീക്ഷയിൽ വിജയിക്കുന്നതിന് നിലവിൽ നിരന്തര മൂല്യനിർണ്ണയം, എഴുത്തു പരീക്ഷ എന്നിവ രണ്ടും ചേർത്ത് ആകെ 30% മാർക്ക് നേടിയാൽ മതി. അതായത് 100 മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയിൽ വിജയിക്കുവാൻ നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ 20 മാർക്കിനൊപ്പം കേവലം 10 മാർക്കിന് എഴുതിയാൽ വിജയിക്കാനാകും. 2025 മാർച്ചിൽ നടക്കുന്ന SSLC പരീക്ഷയിൽ ഹയർ സെക്കൻഡറിയിൽ നിലവിലുള്ളതുപോലെ എഴുത്തു പരീക്ഷയിൽ പ്രത്യേക പേപ്പർ മിനിമം ഏർപ്പെടുത്തുന്ന കാര്യം പൊതുവിൽ എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ, അധ്യാപകർ, രക്ഷിതാക്കൾ, പണ്ഡിതന്മാർ ഇവരെല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കും. പരീക്ഷയിൽ വിജയിക്കുന്നതിന് ഓരോ വിഷയത്തിനും എഴുത്തു പരീക്ഷയിൽ മാത്രം 30% മാർക്ക് പ്രത്യേകം നേടിയിരിക്കണം. അതായത് 40 മാർക്കിൻ്റെ എഴുത്തു പരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിനും 12 മാർക്കും, 80 മാർക്കിൻ്റെ എഴുത്തു പരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിനും 24 മാർക്കും നേടിയിരിക്കണം. അതിനൊപ്പം നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ മാർക്ക് കൂടി ചേർത്തായിരിക്കും ഫലം കണക്കാക്കുക. ഞാനത് പറഞ്ഞതുപോലെ ഇതിനുവേണ്ടി വിവിധ മേഖലകളിലെ വിദഗ്ധന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതാണ്. ആ കോൺക്ലേവിൽ നിരവധി കാര്യങ്ങൾ ഉയർന്നു വരും. അപ്പോൾ അതെല്ലാം കൂടെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് ആ കാര്യം പോകാം.